Hello my dears, welcome back to our YouTube channel. ഇന്ന് നമുക്ക് personal hygiene related ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രിമ്മർ ആണ്. അതായത് നമ്മൾ ഗേൾസിനായാലും ബോയ്സിനായാലും പല ടൈപ്പ് ഓഫ് ട്രിമ്മർ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ട്രിമ്മർ വാങ്ങണം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രിമ്മർ വാങ്ങിച്ചാലാണ് നമുക്ക് യൂസ്ഫുൾ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് ഞാൻ ഇന്ന് രണ്ട് ട്രിമ്മറുടെ എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഫിലിപ്സിന്റെ ട്രിമ്മർ, പിന്നൊന്ന് വീറ്റിന്റെ സെൻസിറ്റീവ് ട്രിമ്മറുമാണ് എടുത്തിരിക്കുന്നത്. സോ ഫിലിപ്സിന്റെ ട്രിമ്മർ എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ട്രിമ്മറാണ്. ഇത് സ്പെസിഫിക്കലി ഫോർ വുമൻ എന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ലൈക്ക് ദിസ് ഇസ് ഫോർ ജെൻസ് ആസ് വെൽ ആസ് വുമൻ. ഈ ട്രിമ്മർ ആക്ച്വലി ഞാനിപ്പം ഗേൾസിന് എന്തിനാണ് ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും, ഗേൾസിന് എന്തിനാണ് ഇപ്പോൾ ഒരു ട്രിമ്മറിൻ്റെ ആവശ്യമെന്ന്. അപ്പോൾ ഗേൾസിന് സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ല. ആക്ച്വലി നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് ഒക്കെ എപ്പോഴും ട്രിം ചെയ്ത് ക്ലീൻ ആക്കി വെക്കണം എന്നാണ് എപ്പോഴും പറയുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ ഒരു സിസർ വെച്ച് ക്ലീൻ ആക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മുടെ ട്രിമ്മർ വെച്ചിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ രോമങ്ങളെല്ലാം ട്രിം ചെയ്ത് ക്ലീൻ ആക്കി വെക്കുന്നതാണ് എപ്പോഴും പ്രിഫറൻസ്. സോ അതിനായിട്ട് നമുക്ക് നോർമലി വേണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ട്രിമ്മർ, ഇപ്പം ഞാനിത് ഫിലിപ്സിൻ്റെ ട്രിമ്മറാണ് എടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ട്രിമ്മർ ഇതൊരു നോർമൽ ട്രിമ്മറാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്കിപ്പോൾ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പാർട്സും അതേപോലെ തന്നെ കൈകളും കാലുകളൊക്കെ ട്രിം ചെയ്ത് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിമ്മർ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയർലെസ് ആണ്, അതേപോലെ ഇത് റീചാർജബിളും ആണ്. സോ പല ടൈമിലും നമ്മൾക്ക് പെട്ടെന്ന് ആവശ്യത്തിന് ഒരു പക്ഷേ ഈ റീചാർജബിൾ ആയിട്ടുള്ള ട്രിമ്മർ ചാർജ് ഉണ്ടാവണമെന്നില്ല. സോ ഒരു എമർജൻസി പർപ്പസിന് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു റീചാർജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. പല ടൈപ്പ് ഓഫ് ട്രിമ്മർ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഓരോ ട്രിമ്മറിനും അല്ലെങ്കിൽ ഓരോതിൻ്റെ ബാറ്ററി സ്പെസിഫിക് ആയിട്ട് പലതിനും പല യൂസുകളും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലോണം ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ ട്രിമ്മർ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ആഫ്റ്റർ യൂസ് നമുക്ക് ഇത് വാഷബിൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഇതിനൊരു ബ്രഷ് അവൈലബിൾ ആണ്. ആ ബ്രഷ് വെച്ചിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്നതാണ് ആക്ച്വലി. സോ എവറി ടൈം നമ്മൾ ഏതൊരു ട്രിമ്മർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ യൂസ് എപ്പോഴും അത് ക്ലീൻ ചെയ്ത് വെക്കണം. അടുത്തത് നമുക്ക് ഗേൾസിന് സ്പെസിഫിക് ആയിട്ട് വീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ട്രിമ്മറാണ്. അതായത് സെൻസിറ്റീവ് ടച്ച് ഇലക്ട്രിക് ട്രിമ്മർ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ട്രിമ്മറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കനി ലൈനും അണ്ടർ ആംസും ലെഗ്സും ഹാൻഡ്സും മാത്രമല്ലാതെ നമ്മുടെ ഐബ്രോസും അപ്പർ ലിപ്പും ചിന്നൊക്കെ നമുക്ക് ട്രിം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം എന്നാണ് ഈ ഒരു വീറ്റ് ട്രിമ്മർ നമുക്ക് എപ്പോഴും പറയുന്നത്. അതായത് ഇതിന് രണ്ട് ഹെഡ് ഉണ്ട്. അതായത് ഒന്ന് നോർമൽ ട്രിമ്മർ ഹെഡാണ്, ഞാൻ ആക്ച്വലി വീഡിയോയുടെ സൈഡിൽ കാണിക്കാം. ഒന്ന് നോർമൽ ഹെഡും ഒന്ന് ഐബ്രോസിന് അത് ഈ സൈഡിലുള്ള പീച്ച് ഫസ്റ്റിനും സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഹെഡുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നോർമൽ ട്രിമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൈലബിൾ അല്ല. വീറ്റിൻ്റെ സ്പെസിഫിക് സെൻസിറ്റീവ് ടച്ചിൽ ഈ രണ്ട് ഹെഡ്സ് അവൈലബിൾ ആണ്. സോ ഇത് ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഇതിനും മറ്റേ നമ്മുടെ സാധാരണ ഫിലിപ്സിൻ്റെ ട്രിമ്മറിനുള്ള പോലെ തന്നെ ഇതിനും ഒരു പവർ ബട്ടൺ ഉണ്ട്, ഇതിനൊരു പവർ ബട്ടൺ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാറ്ററി ബേസ്ഡ് ആണ്. സോ ആക്ച്വലി ഇവിടെ നമുക്ക് ബാറ്ററി ഇൻബിൽട്ട് ആയിട്ടുള്ള ബാറ്ററി അല്ല, ഇത് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി അല്ല, റിമൂവബിൾ ബാറ്ററിയാണ്. സാധാരണ ബാറ്ററി നമുക്കിതിൽ യൂസ് ചെയ്യാം. ഒരു ബാറ്ററി ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒരു ബാറ്ററി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പവറിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഈ ട്രിമ്മർ, അതായത് ഫിലിപ്സിൻ്റെ അല്ലെങ്കിൽ നോർമൽ ഇലക്ട്രിക് ട്രിമ്മർ റീചാർജബിൾ ട്രിമ്മറിന് കുറച്ചും കൂടി പവർ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. ബാറ്ററി ട്രിമ്മറിനേക്കാൾ കുറച്ചും കൂടി പവർ കൂടുതൽ നമ്മുടെ റീചാർജബിൾ ട്രിമ്മേഴ്സിനാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഗേൾസിനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആണ്, ഈസി ടു ക്യാരി. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഹാൻഡിയാണ്, വളരെ ചെറുതാണ്. ഇപ്പം നമ്മുടെ ബിക്കിനി ലൈൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സ് ആണെന്നുണ്ടെങ്കിലും ട്രിം ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇത് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട്. ഇത് നമുക്ക് അത്രയും മൾട്ടിപ്പിൾ യൂസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയ കാരണം കൊണ്ട് അത് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് റീചാർജബിൾ ആണ്. അറ്റ് ടൈംസ് നമുക്ക് തോന്നും റീചാർജബിൾ നല്ലതാണ്, അറ്റ് ടൈംസ് നമുക്ക് ബാറ്ററി ഉള്ളതാണ് നല്ലതെന്ന് തോന്നും. ലൈക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി എല്ലാം നമുക്ക് ഇത് ഒരുപാട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ള ആക്സസറീസ് എല്ലാം വളരെ ചെറുതാണ്. ഒരു ചെറിയ പാക്കറ്റിലായിരിക്കും ഈ വീറ്റിൻ്റെ തന്നെ ട്രിമ്മർ വരിക. അപ്പോൾ നമുക്കത് ട്രാവൽ ചെയ്യുമ്പോഴായാലും കയ്യിൽ കൊണ്ട് നടക്കാനാണെങ്കിലും നമുക്ക് ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇതെന്ന് പറയുമ്പം ഫിലിപ്സിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി ബൾക്കി ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് വൺ ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഇതിൻ്റെ ഹെഡ്സ് വാട്ടറിൽ, അതായത് വെള്ളത്തിൽ കഴുകി ക്ലീൻ ആക്കി വെക്കാം. സോ എപ്പോഴും, അതായത് ഇപ്പോൾ ഏത് ട്രിമ്മർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ യൂസ് എപ്പോഴും അത് ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് കമ്പാരിസൺ വീഡിയോ ആയിരുന്നു. ഒന്ന് നമ്മുടെ കയ്യിലുള്ളത് വീറ്റ് സെൻസിറ്റീവ് ടച്ചും പിന്നെ പറഞ്ഞുള്ളത് ഫിലിപ്സിൻ്റെ ട്രിമ്മറുമാണ്. സോ രണ്ടിനും രണ്ടിൻ്റെതായ യൂസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, സിമ്പിൾ ഹെൽപ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.